ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 4 മാത്സ് ചാപ്റ്റർ 3 ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ പറയാം, നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലാസ് 4 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഓർഡർ വൈസ് ആയിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ റൈറ്റ് നമ്പേഴ്സ് as shown in the for the first. അപ്പോൾ ആദ്യം തന്നെ തന്നിട്ടുള്ളത് 5400 3 tens 2 ones. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പ്ലേസ് വാല്യൂസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ 2 എന്ന് പറയുന്നത് വൺസിൻ്റെ സ്ഥാനത്ത് എഴുതുക, 3 എന്ന് പറയുന്നത് ടെൻസ്, പിന്നെ 4 ഹൺഡ്രഡ്സ് 5000. അപ്പോൾ നമ്പർ വരുന്നത് 5432 ആണ്. അടുത്തത് പറഞ്ഞിട്ടുള്ളത് 54 ഹൺഡ്രഡ്സ് 32 വൺസ്. ആ നമ്പർ ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 54 ഹൺഡ്രഡ്സ് എന്ന് പറയുന്നത് 54നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 54നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ എന്താണ് കിട്ടുക? 5400 ആണ് കിട്ടുക. 32നെ വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 × 1. അപ്പോൾ 5400 പ്ലസ് 32 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 5432 തന്നെയാണ് വരിക. നെക്സ്റ്റ് 543, അതായത് 543 ടെൻസും 2 വൺസും. അപ്പം ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 543 എന്നുള്ള നമ്പറാണ്. 543 എന്ന് പറയുന്നത് ടെൻസ് എന്ന് പറയുന്നത് 543 × 10. അപ്പോൾ 543ൻ്റെ കൂടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ 5430 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ 2 വൺസ് ആഡ് ചെയ്യുമ്പോൾ സെയിം നമ്പർ, ആൻസർ എല്ലാത്തിനും സെയിം ആണ് കേട്ടോ, 5432 എന്ന് കിട്ടും. ഇനി 5432 വൺസിൻ്റെ മീനിങ് എന്താ? ആ സെയിം നമ്പർ തന്നെ, അത് തന്നെയാണ് അവിടെ എഴുതുക. അടുത്തത് 82 ഹൺഡ്രഡ്സ്. 82 ഹൺഡ്രഡ്സിൻ്റെ മീനിങ് 82 × 100. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുക? 82നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 8200 ആണ്. നെക്സ്റ്റ് 820 ടെൻസ്. അപ്പോൾ 820 ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 820നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ എത്രയാണ് കിട്ടുക? 8200. നെക്സ്റ്റ് 8200 വൺസ് ആണ്. അതിന് ആൻസർ എന്താണ്? 8200 തന്നെ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് അറിയണം, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അടുത്തത് 7104 ആണ്. അപ്പോൾ നമുക്കറിയാം ഇതിൽ വൺസിൻ്റെ സ്ഥാനത്ത് 4 ആണ് വരുന്നത്, ടെൻസിൻ്റെ സ്ഥാനത്ത് 0, ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്ത് 1 ആണ് വരുന്നത്, തൗസൻഡ്സിൻ്റെ സ്ഥാനത്ത് 7 ആണ് വരുന്നത്. അപ്പോൾ ആദ്യം 1000ഉം 100ഉം 10സും 1സും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 1000ൻ്റെ സ്ഥാനത്ത് 7 ആണ് വരിക, ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്ത് 1 ആണ് വരിക, പിന്നെ ടെൻസിൻ്റെ സ്ഥാനത്ത് 0 ആണ് വരിക, വൺസിൻ്റെ സ്ഥാനത്ത് 4 ആണ് വരിക. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് എത്ര ഹൺഡ്രഡ്സ് ഉണ്ടെന്ന്. എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 71 ഹൺഡ്രഡ്സ് ആണ് വരിക കേട്ടോ. എത്ര വൺസ് വരും? 4 വൺസ് ആണ് വരിക. കാരണം 71 ഹൺഡ്രഡ്സ് എന്ന് പറയുന്നത് 71 × 100 ചെയ്യുമ്പോൾ 7100 എന്ന് ഓൾറെഡി ആൻസർ കിട്ടും. ബാക്കി റിമൈനിങ് എത്ര നമ്പറുള്ളത്? 4 ആണല്ലോ. അപ്പോൾ ആ 4 ആണ് അവിടെ വൺസ് ആയിട്ട് വരിക. നെക്സ്റ്റ് എത്ര 1000 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര 1000? 7000 ആണ് വരിക. എത്ര വൺസ് വരും? 7000 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 104 വൺസ് ആണ് വരിക അല്ലേ. നമ്മുടെ 1000ൻ്റെ കാര്യത്തിൽ. നെക്സ്റ്റ് എത്ര 1000 ആണെന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. 7000 ആണ് വരിക. എത്ര ടെൻസ് വരും? 110 ആണ് വരിക. എത്ര വൺസ്? 4 വൺസ് ആണ് വരിക. നെക്സ്റ്റ് നമ്പർ വീലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വരച്ചിട്ടല്ല കൊടുക്കുന്ന, ആൻസേഴ്സ് ഇവിടെ കൊടുക്കാം, ഓരോന്നിനെയും ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 5633 എന്ന് പറയുമ്പോൾ അതിൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 56 ഹൺഡ്രഡ്സും 33 വൺസുമാണ് ഇവിടെ വരിക കേട്ടോ. 56 ഹൺഡ്രഡ്സും 33 വൺസും. അപ്പോൾ അത് എഴുതി വെക്കുക. 5000 എത്ര ഹൺഡ്രഡാണ് വരിക? 600, 310, പിന്നെ 31, അതാണ് ഇവിടെ വരിക. നെക്സ്റ്റ് ഇവിടെ എന്താ വരിക? 5633 1 എന്നാണ് നെക്സ്റ്റ് വരിക. ഇത് എത്ര 10 വരിക? എത്ര 10 വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഇവിടെ 56നെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ടെൻസും എത്ര വൺസുമാണ് വരിക എന്നാണ് പറയേണ്ടത്. അപ്പോൾ 563, അതായത് 563നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 5630 കിട്ടും അല്ലേ. അപ്പോൾ 563 ടെൻസും 3 വൺസുമാണ് ഇവിടെ വരിക കേട്ടോ. ബാക്കി അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ പോരെ. നെക്സ്റ്റ് എത്ര ഹൺഡ്രഡ്സ് ആണ് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 56 100 വരും, 3 10 വരും, 3 1 വരും കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ പറയുന്ന നമ്പേഴ്സൊക്കെ ഒന്ന് അവിടെ എഴുതി കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ എന്താണ് വരിക? എത്ര തൗസൻഡാ? 5063 ടെൻസും 3 1ഉമാണ് ഇവിടെ വരിക. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് സ്പ്ലിറ്റിംഗ് അപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10,000 എന്ന നമ്പറിൽ എത്ര വൺസ് ഉണ്ടായിരിക്കും? ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി വൺസ് എന്നാണ്. നമുക്കറിയാം എത്ര വൺസ് ആണ്? 10,000 വൺസ്. അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി ടെൻസ് എത്രയാ? നമുക്ക് 10,000 വൺസ് ആണുള്ളത്. പിന്നെ എത്ര ടെൻസ് ഉണ്ടായിരിക്കും? 1000 ടെൻസ്. സംശയം ഉണ്ടെങ്കിൽ 1000നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 10,000 തന്നെ കിട്ടണില്ലേ നോക്കിയാൽ മതി. നെക്സ്റ്റ് എത്ര ഹൺഡ്രഡ്സ് ഉണ്ടായിരിക്കും? 100 ഹൺഡ്രഡ്സ്. അപ്പോൾ 100നെ 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10,000 കിട്ടില്ലേ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ആൻസറിൻ്റെ പ്രൂഫ് വരുന്നത്. അടുത്തത് നമ്മളോട് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 13,000 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ എത്ര വൺസ് ഉണ്ടായിരിക്കും? 13,000 വൺസ് തന്നെയാണുള്ളത്. എത്ര ടെൻസ്? ഇത് എത്ര ടെൻസ് ഉണ്ടെന്ന് കാണാൻ ഒന്നും ചെയ്താൽ മതി. അതായത് ഈ 13,000നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 10ൽ എത്ര പൂജ്യം ഉണ്ട്? 10ൽ ഒരു പൂജ്യമാണുള്ളത്, മേലെയും ഒരു പൂജ്യം. അപ്പോൾ അടിയിലത്തെ ഒരു പൂജ്യവും മേലത്തെ ഇതിൽ നിന്ന് ഒരു പൂജ്യം വെട്ടിക്കളയുക. 10ൽ എത്ര പൂജ്യം ഉണ്ട്? 0 ഉണ്ട്, ഒരു പൂജ്യം. അപ്പോൾ ഈ നമ്പറിൽ നിന്ന് ഒരു 0 വെട്ടിക്കളഞ്ഞാൽ അതിൽ എത്ര ടെൻസ് ഉണ്ടെന്ന് മനസ്സിലാവും. എത്രയാണ്? 1300 ടെൻസ്. അടുത്തത് ഹൺഡ്രഡ്സ് ആണ്. ഹൺഡ്രഡ്സിൽ എത്ര 0 ഉണ്ട്? 2 0 ആണുള്ളത്. അപ്പോൾ ഈ നമ്പറിൽ നിന്ന് 2 0 വെട്ടിക്കളഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി 130 ഹൺഡ്രഡ്സ്. ഇനി അടുത്തത് എത്ര 1000 ഉണ്ട്? 1000ൽ എത്ര 0 ഉണ്ട്? 3 0 ആണുള്ളത്. അപ്പോൾ ആൻസറിൽ 3 0 വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി 13 എന്ന് കേട്ടോ. അപ്പോൾ ആൻസർ 13 ആണ്. അടുത്തത് 6700ൽ എത്ര വൺസ് ഉണ്ട്, എത്ര ടെൻസ് ഉണ്ട്, എത്ര ഹൺഡ്രഡ്സ് ഉണ്ടെന്ന് ജസ്റ്റ് നമുക്കൊന്ന് എഴുതി കൊടുക്കാം. അടുത്തത് പസിൽ കോർണർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഹൂ ഐ ആം 600. അപ്പോൾ എന്താ? അപ്പം തന്നെ നമ്മൾ ചെയ്തു 6 × 100 പ്ലസ് 6 ടെൻസ് 6 × 10 പ്ലസ് 6000 6 × 1000 പ്ലസ് 6 × 1. അപ്പോൾ 6 × 100 ചെയ്യുമ്പോൾ നമുക്ക് 600 കിട്ടും. 6 × 10 ചെയ്തപ്പോൾ 60 കിട്ടി. 6 × 1000 ചെയ്തപ്പോൾ 6000 പ്ലസ് 6. അപ്പോൾ ഇത് 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് നമ്പറാണ് കിട്ടുക? 6666 എന്ന് കിട്ടും. നെക്സ്റ്റ് എറണാകുളം ടു അമൃത സാറാണ്. ഒരു ടേബിൾ അടിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് എറണാകുളം മുതൽ നമ്മുടെ അമൃതസർ വരെ പോയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേഷൻ മുതൽ ലാസ്റ്റ് സ്റ്റേഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ഓർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈൻഡ് ദ ഫസ്റ്റ് സ്റ്റേഷൻ ഇൻ വ്യൂ. അപ്പോൾ ട്രെയിൻ ഓരോ സ്റ്റേഷനിലും നിർത്തുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആദ്യം കാണുന്ന സ്റ്റേഷനിലായിരിക്കും ആദ്യം നിർത്തുക. അപ്പോൾ ഓരോ സ്റ്റേഷനിലും നിർത്തുന്നുണ്ട്. അതിൻ്റെ ഡിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈൻഡ് ദ ഫസ്റ്റ് സ്റ്റേഷൻ. ഏതായിരിക്കും ഫസ്റ്റ് സ്റ്റേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കുറവ് കിലോമീറ്റർ വരുന്നതായിരിക്കും ഫസ്റ്റ് സ്റ്റേഷൻ അല്ലേ. 193 അല്ലേ ഏറ്റവും കുറവ് വരുന്നത്. കോഴിക്കോടാണ് ഫസ്റ്റ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓർഡറിൽ അതൊന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 193 കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് 368 അതായത് കാസർഗോഡാണ് വരുന്നത്. അത് കഴിയുമ്പോൾ നമ്മുടെ മാംഗ്ലൂരു 415 കിലോമീറ്റർ, പിന്നെ 1522 സൂറത്ത് വരുന്നുണ്ട്, പിന്നെ 2643 ന്യൂഡൽഹി, പിന്നെ ലുധിയാന, പിന്നെ അമൃതസർ. അപ്പോൾ അതാണ് അതിൻ്റെ ഓർഡർ വരുന്നത്. ഞാനിവിടെ കൊടുക്കാം, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ആ പാറ്റേൺ ഒന്ന് കണ്ടിന്യൂ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ നമ്പർ 1050 ആണ്, പിന്നെ അത് 1051 ആയി, പിന്നെ അത് 1052 ആയി. നെക്സ്റ്റ് എന്താവും? 1053 വരും, 1054 വരും, 1055 വരും. ഇനി നോക്കിയേ 11,085 ആണ് വന്നത്. അപ്പോൾ 86 ആയി, 87 ആയി, 89, 90,
91, 92 അങ്ങനെയാണ് പോവുക. പിന്നെ 19,995 ആണ്. പിന്നെ അത് 96 ആയി, 98 ആയി, പിന്നെ 96,7 ആയി, 97 കഴിയുമ്പോൾ 8, 9, പിന്നെ അത് 20,000ലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ 12,320 ആയി, പിന്നെ അത് 340, അതായത് 20 ആണ് കൂടുന്നത്, 20 നമ്പേഴ്സാണ് കൂടുന്നത്. അപ്പോൾ 340 ആയി, പിന്നെ അത് 360 ആയി, പിന്നെ എന്ത് വരും 380 ആവും. പിന്നെ അത് മറ്റൊരു നമ്പറിലേക്ക് പോകില്ല, 2000 എന്നുള്ള 2360 എന്നുള്ളതിൽ 400ലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ 420ലേക്ക് വരും. അപ്പോൾ ഇതുപോലെ നമ്മളോട് കുറച്ച് പാറ്റേൺസും കൂടി ഉണ്ടാക്കി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് എയറോപ്ലെയിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ ദ ടൂർ ദ റിട്ടേൺ ഇൻ ആൻ എയർപ്ലെയിൻ. ടൂറിന് ശേഷം അവർ തിരിച്ചു വന്നത് ഒരു എയറോപ്ലെയിനിലാണ്. എ സ്ക്രീൻ അറ്റ് ദ എയറോപ്ലെയിൻ ഡിസ്പ്ലേഡ് ദ നമ്പേഴ്സ് ഓഫ് ഫ്ലൈറ്റ് അറൈവിംഗ് ദ ഡിപ്പാർച്ചിങ്. ഫ്ലൈറ്റ് നമ്പർ ഹാസ് 4 ഡിജിറ്റ്. അപ്പോൾ ആ ഫ്ലൈറ്റ് നമ്പറിന് വാട്ട് ഈസ് ദ ഫ്ലൈറ്റ് നമ്പർ, ഫ്ലൈറ്റ് നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് 4 ഡിജിറ്റ് ഉണ്ട്. ദ നമ്പർ ഫോംഡ് ബൈ ദ ഡിജിറ്റ് അറ്റ് 110 പ്ലേസ് ഈസ് ഡബിൾ ദ നമ്പർ ഫോംഡ് ബൈ ദ ഡിജിറ്റ് അറ്റ് 1000 പ്ലേസ്. അപ്പോൾ 100ൻ്റെയും അതുപോലെ തന്നെ 10ൻ്റെയും പ്ലേസിലുള്ള നമ്പർ എന്ന് പറയുന്നത് ഡബിൾ ആണ്. എവിടെ ഫോം ചെയ്തിട്ടുള്ള 1000ൻ്റെയും 100ൻ്റെയും. അതാണ് ഫസ്റ്റ് ഹിൻറ്റ്. പിന്നെ ഇതൊക്കെ സ്റ്റെപ്പ് എഴുതിയിട്ട് ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ് കേട്ടോ. പിന്നെ ദ നമ്പർ ഫോംഡ് ബൈ ദ ഡിജിറ്റ് അറ്റ് ദ 10s and 1s പ്ലേസ് ഈസ് ഡബിൾ ദ നമ്പർ ഫോംഡ് ബൈ ദ ഡിജിറ്റ് അറ്റ് ദ 110s പ്ലേസ്. അതായത് നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 10ൻ്റെയും 1ൻ്റെയും പ്ലേസിലുള്ള നമ്പർ എന്ന് പറയുന്നത് ഡബിൾ ആണ് എവിടെ 100ൻ്റെയും 10ൻ്റെയും പ്ലേസിലുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് നമ്പറിൻ്റെ നമ്പർ കണ്ടുപിടിക്കാം. ഞാൻ സ്റ്റെപ്പ് സഹിതം ഇവിടെ കൊടുക്കാം. അടുത്തത് നമ്മൾ റോമൻ നമ്പേഴ്സ് എന്നാണ് പഠിക്കുക. നമ്മൾ ക്ലോക്കിലൊക്കെ കൊടുക്കുന്ന നമ്പേഴ്സ് ഇല്ലേ, അതാണ് നമ്മുടെ ഈ റോമൻ നമ്പേഴ്സ്. നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടും വായിക്കാൻ വേണ്ടിയിട്ടും പഠിക്കുക കേട്ടോ. ഒരു 12 വരെ എന്തായാലും എഴുതി പഠിക്കുക. 1, 2, 3, അതിപ്പോൾ ഞാൻ പറയുന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അതിൽ എഴുതിയത് കാണുമ്പോൾ മനസ്സിലാവില്ലേ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് എഴുതി പഠിക്കുക. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്പേഴ്സ് ഇൻ അബാക്കസ്. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ഓൾ 5 ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഷോൺ ഇൻ ദ അബാക്കസ് യൂസിങ് ജസ്റ്റ് 2 ബീഡ്സ്. 2 ബീഡ്സ് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റൈറ്റ് ഓൾ 5 ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഷോൺ ഇൻ ദ അബാക്കസ്. അപ്പോൾ അബാക്കസിൽ കാണിക്കുന്ന 5 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 ബീഡ്സ് മാത്രം ഉപയോഗിച്ചിട്ട്. നെക്സ്റ്റ് ഹൗ മെനി ഹൺഡ്രഡ്സ്. റൈറ്റ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ ഡിജിറ്റ് 1 to 5. അതായത് 1 മുതൽ 5 വരെയുള്ള നമ്പറിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ലാർജസ്റ്റും അതുപോലെ തന്നെ സ്മോളസ്റ്റുമായിട്ടുള്ള 5 ഡിജിറ്റ് നമ്പർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ മെനി ഹൺഡ്രഡ്സ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ. എത്ര ഹൺഡ്രഡ്സ് ആണ് ലാർജസ്റ്റ് നമ്പർ ആയിട്ട് വരുന്നത്. ഹൗ മെനി ഹൺഡ്രഡ്സ് ഇൻ ദ സ്മോളസ്റ്റ് നമ്പർ. സ്മോളസ്റ്റ് നമ്പറിൽ എത്ര ഹൺഡ്രഡ്സ് വരുന്നുണ്ട്. ഇതാണ് അവിടെ നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ചാപ്റ്റർ. നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആദ്യം ഫില്ലപ്പ് ദ ബാങ്ക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 9875 എത്ര 1000 ഉണ്ട്? 9000 ഉണ്ട്, 8 ഹൺഡ്രഡ്സ് ഉണ്ട്, 7 10s ഉണ്ട്, 5 1s ഉണ്ട്. അടുത്തത് 6307 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ എത്ര 1000 ഉണ്ട്? 6000 ഉണ്ട്. 3 10s ആണല്ലേ വരിക. 3 10s വരും. അതുപോലെ തന്നെ 7 1s വരും. 4218 എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 42 ഹൺഡ്രഡ്സ്, 18 1s. കാരണം 42 × 100 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 4200 എന്ന ആൻസർ കിട്ടും. അതിൻ്റെ കൂടെ 18 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4218 എന്നുള്ള നമ്പർ കിട്ടിയില്ലേ. അടുത്തത് നമുക്ക് വേർഡ്സിൽ തന്നിട്ടുണ്ട്, അത് നമ്പറാക്കി എഴുതിയാൽ മതി. 5600 0 10s 8 1s. എന്താ നമ്പർ വരിക? 5608 എന്നാണ് നമ്പർ വരിക. അടുത്തത് 8012 10s and 0 1s. അപ്പോൾ 8000 1000 സ്ഥാനത്ത് 8 ഇടുക. 12 10s എന്ന് പറയുമ്പോൾ 12 × 10, അപ്പോൾ 120 വരും. അപ്പോൾ 8120 ആണല്ലേ വരിക. അടുത്തത് 625 1s. അപ്പോൾ 1600s എന്ന് പറയുമ്പോൾ 16 × 100
പ്ലസ് 25 ഇൻറ്റു 1 എന്നാണ് വരിക. അപ്പോൾ 16 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 1600 കിട്ടും. പ്ലസ് 25 ചെയ്യുമ്പോൾ 1625 എന്ന നമ്പർ കിട്ടും കേട്ടോ. അങ്ങനെയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. അടുത്തത് ഇൻ ദ നമ്പർ 6350, the value of the digit 6 is 6000. In each of the following find the value of the 3. ഓരോ നമ്പറിലും നമ്മൾ 3യുടെ വാല്യൂ എന്താണ്? അപ്പോൾ 6350 എടുത്ത് നോക്കി കഴിഞ്ഞാൽ 6ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 6000 ആണ്. അപ്പോൾ ഇതിൽ 3യുടെ വാല്യൂ, ഫസ്റ്റത്തെ കേസിൽ 3യുടെ വാല്യൂ 3 വൺസിൻ്റെ പ്ലേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ 3 ഇൻറ്റു 1 3 ആണ് വരിക. അപ്പോൾ നെക്സ്റ്റ് 3 ടെൻസിൻ്റെ ഈ രണ്ടാമത്തെ ഈ ഭാഗത്തുള്ളത് 3 ടെൻസിൻ്റെ പ്ലേസിലാണ്. 3 ഇൻറ്റു 10 30 ആണ് വരിക. മൂന്നാമത് 3000ൻ്റെ ഭാഗത്താണ്. 3 ഇൻറ്റു 1000 3000 ആണ് വരിക. നാലാമത് 300ൻ്റെ ഭാഗത്താണ്. 3 ഇൻറ്റു 100 300 ആണ് വരിക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയണം കേട്ടോ. അടുത്തത് ദ ടോട്ടൽ ട്രെയിൻ ഫെയർ ഫ്രം തിരുവനന്തപുരം ടു എറണാകുളം ഈസ് 3625 റുപ്പീസ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള പൈസയാണ് പറയുന്നത് 3625 രൂപ. സിൻസ് ദർ ഈസ് എ കൺസെഷൻ ഫോർ സ്കൂൾ ചിൽഡ്രൻസ് ഓൺലി 2000 റുപ്പീസ് വാസ് പെയ്ഡ്. അതായത് സ്കൂൾ ചിൽഡ്രൻസിന് കൺസെഷൻ ഉള്ള കാരണം 2000 രൂപ മാത്രം അവർക്ക് അടച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അവർക്ക് കൊടുത്തിട്ടില്ല. ഹൗ മച്ച് ഈസ് ദ കൺസെഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൊടുത്തിട്ടുള്ള കൺസെഷൻ കാണാൻ വേണ്ടിയിട്ട് 3625 മൈനസ് 2000 ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ, ഈസിയാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ എംപ്റ്റി സെല്ല്. എംപ്റ്റി സെല്ലിലുള്ള നമ്പേഴ്സ് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഞാൻ ആൻസേഴ്സ് ഇവിടെ കൊടുക്കാം, എന്നാലും കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ 301, അതായത് 301ൻ്റെ കൂടെ 185 കൂട്ടിക്കഴിഞ്ഞാൽ ഈ മേലെയുള്ള നമ്പർ കിട്ടും, 486 എന്ന് കിട്ടും. ഇനി ഈ 185ൻ്റെ കൂടെ 829 കൂട്ടിക്കഴിഞ്ഞിട്ടുള്ള നമ്പറാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്, ഈ മേലെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ആ 2 നമ്പറും കൂടി കൂട്ടിയിട്ടുള്ളതാണ് നമ്മൾ അതിൻ്റെ മേലെ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ അറിയാം, ഇവിടുത്തെ കാര്യം കണ്ടുപിടിക്കാൻ ഒരു ഇതുണ്ട്. നമ്മളിങ്ങനെ ടെക്നിക്ക് നമ്മൾ സൈഡിൽ പോയി എഴുതി, നിങ്ങളുടെ വർക്ക്ഷീറ്റിൻ്റെ ഭാഗത്ത് എഴുതിയിട്ട് വേണം ചെയ്യാൻ. ഇവിടെ 556ൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് 1000 കിട്ടും. അപ്പോൾ ഏതാ നമ്പർ എന്ന് അറിയില്ല. അപ്പോൾ അതറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 1000ൻ്റെ 556 മൈനസ് ചെയ്താൽ നമുക്ക് ഈ സെൻറ്ററിലുള്ള നമ്പർ കിട്ടും. പിന്നെ ഈ സെൻറ്ററിൽ കിട്ടിയ നമ്പറും 555 ചെയ്താൽ ഈ മുകളിലത്തെ നമ്പർ കിട്ടും. പിന്നെ ആ 2 നമ്പറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും മുകളിലത്തെ നമ്പർ കിട്ടും. ഇവിടെയും ആ സെയിം തന്നെയാണ്. ഈ 618ൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് 920 കിട്ടുന്നത്. ആ നമ്പർ നമുക്ക് അറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഈ 920 മൈനസ് 618 ചെയ്താൽ ഈ സെൻറ്ററിലുള്ള നമ്പർ കിട്ടും. ഈ 2 നമ്പർ ആഡ് ചെയ്താൽ ഇവിടുത്തെ നമ്പർ കിട്ടും. ആ 2 നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്പർ കിട്ടും. അപ്പോൾ അങ്ങനെ ഇനി റീച്ച് 8 വിത്തൗട്ട് റിപ്പീറ്റിംഗ് ഇനി നമ്പർ 8ലേക്ക് എത്താൻ ഇതുപോലെ തന്നെ ആഡ് ചെയ്തിട്ട് നമ്മൾ വേറെ റിപ്പീറ്റ് ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ ഞാനിത് എഴുതിയിട്ട് ഇവിടെ എല്ലാത്തിൻ്റെ ആൻസേഴ്സ് എഴുതിയിട്ട് ഇവിടെ കൊടുക്കാം. അതെങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് 27 ചിൽഡ്രൻസ് ആർ സ്റ്റാൻഡിങ് ഇൻ എ ലൈൻ. ഒരു ലൈനിൽ 27 കുട്ടികളാണ് നിൽക്കുന്നത്. ദ വൺ ഇൻ ദ മിഡിൽ ഹാസ് ടിക്കറ്റ് നമ്പർ 4068. അപ്പോൾ മിഡിലിൽ നിൽക്കുന്ന ആളുടെ ടിക്കറ്റ് 4068 ആണ്. വാട്ട് ഈസ് ദ ടിക്കറ്റ് നമ്പർ ഇൻ ദ ഫസ്റ്റ് ഇൻ ദ ലൈൻ? നമ്പർ ഓഫ് ദ ഫസ്റ്റ് ഇൻ ദ ലൈൻ, ആദ്യം നിൽക്കുന്ന ആളുടെ ടിക്കറ്റ് നമ്പർ എത്രയാണ്? ആൻഡ് ദാറ്റ് ഓഫ് ലാസ്റ്റ് ഇൻ ദ ലൈൻ, ലാസ്റ്റ് ഉള്ള ആളുടെ ടിക്കറ്റ് നമ്പർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് ഇവിടെ കൊടുക്കാം. നെക്സ്റ്റ് 10,000 ഈസ് ഈക്വൽ ടു ഹൗ മെനി 500s? 10,000 എന്ന് പറയുന്നത് എത്ര 500ന് ഈക്വൽ ആണ്? 10,000ന് നമുക്ക് 500 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ ആൻസർ ഈസി ആയിട്ട് കിട്ടും അല്ലേ. അടുത്തത് വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ഈസ് 50 ones, 50 tens ആൻഡ് 50 hundreds ടേക്കൻ ടുഗദർ? അപ്പോൾ 50 hundreds എന്ന് പറയുന്നത് നമുക്കറിയാം 50 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 5000 എന്ന് കിട്ടും. ഇനി 50 tens എന്ന് പറയുമ്പോൾ 50 ഇൻറ്റു 10s ചെയ്യുമ്പോൾ നമുക്ക് 500 കിട്ടും. അപ്പോൾ 5000ൻ്റെ കൂടെ 500 ആയി. പിന്നെ 50 ones അല്ലേ, 5550 ആണ് ആൻസർ വരിക അല്ലേ. അടുത്തത് പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാനാണ്.
ആദ്യം നോക്കാം 4080 എന്നുള്ളത് 4085 വന്നു. അപ്പോൾ അവിടുത്തെ ഡിഫറൻസ് എത്രയാണ് വന്നത്? 5 വന്നത്. സംശയം ഉണ്ടെങ്കിൽ 2 നമ്പറും മൈനസ് ചെയ്ത് നോക്കാം. പിന്നെ 4085ഉം 4091ഉം അവിടുത്തെ ഡിഫറൻസ് 6 വന്നത്. അടുത്തത് 4091ഉം 4098ഉം അവിടുത്തെ ഡിഫറൻസ് 7 വന്നത്. ഇനി 4098ൻ്റെ കൂടെ എന്ത് ഡിഫറൻസ് ആണ് വരിക? 8 ഡിഫറൻസ് വരണം. പിന്നെ 9 ഡിഫറൻസ്, 10 ഡിഫറൻസ്, 11. അതാണ് ബാക്കി 4 ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 9000 ആൻഡ് 10,000? ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇക്വേഷൻ സഹിതം എഴുതി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരിക്കലും ഇത് മൈനസ് ചെയ്തിട്ടല്ല എഴുതേണ്ടത്, അതിൻ്റെ കൂടെ +1 ആഡ് ചെയ്യണം. അപ്പോൾ നമ്പേഴ്സ് ബിറ്റ്വീൻ 9000 അത് മറ്റേ മെത്തേഡിൽ ചെയ്യാം. ഇവിടെ എടുത്ത് ചോദിച്ചിട്ടുള്ളത് 9000നെ 9100ൻ്റെ ഇടയിൽ എത്ര നമ്പർ ഉണ്ടെന്ന് ആദ്യം എഴുതുക. പിന്നെ 9000നെ 9500ൻ്റെ ഇടയിൽ, പിന്നെ 9000നെയും 10,000നെയും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതുക. നെക്സ്റ്റ്, ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 9000 ആൻഡ് 10,000? അപ്പോൾ ഇതൊക്കെ ആൻസേഴ്സ് ഞാനിവിടെ കൊടുക്കുമ്പോൾ അതേ ഇക്വേഷൻ രീതിയിൽ തന്നെ എഴുതി പഠിക്കാൻ നോക്കുക കേട്ടോ. അതായത് എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഈവൺ നമ്പേഴ്സ് ആർ ദർ ഇൻ ബിറ്റ്വീൻ 9000 ആൻഡ് 10,000? 9000ൻ്റെയും 10,000ൻ്റെയും ഇടയ്ക്ക് എത്ര ഈവൺ നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ടേക്ക് എനി ടു ഓഡ് നമ്പർ ആൻഡ് ഒരു ആക്ടിവിറ്റി ആണത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള ആൻസേഴ്സ് നിങ്ങൾ നോക്കുക, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.